മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അവിടെ വന്നതായ ബ്രഹ്മാവിനെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയൊക്കെ കണ്ടപ്പോൾ മഹാദേവൻ ചോദിച്ചു, എന്താ ബ്രഹ്മാവെ, എന്താ ഇതിന് വരാൻ കാരണം? മഹാവിഷ്ണു ബ്രഹ്മാവ് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരെയും വെച്ച് സ്വീകരിച്ചിരുത്തി. അപ്പോഴാണ് ബ്രഹ്മാവ് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങ് എപ്പോഴും ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നാൽ പറ്റില്ല, അങ്ങ് ഒരു വിവാഹം കഴിക്കണം. മഹാദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, വിവാഹത്തെ കൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊരു പ്രയോജനവും ഇല്ല. പിന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അർത്ഥമൊന്നുമില്ല. കാരണം എന്താണ്? എന്റെ ശക്തി എന്നോട് കൂടി ചേർന്നിരിക്കുകയാണ്. ബ്രഹ്മാവ് പറഞ്ഞു, അത് പറ്റില്ല, അതിനെ വേർതിരിച്ച് ഞങ്ങൾക്ക് കാണണം. ശക്തിയോട് കൂടിയാണ് മഹാദേവൻ വസിക്കുന്നത് എന്ന് പറഞ്ഞു. ശരി, പക്ഷെ ഞങ്ങൾക്കത് ബോധ്യപ്പെടണ്ടേ? ഞങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? അവരുടെ ശക്തിയെ വേർപ്പെടുത്തി അതൊരു സ്വരൂപം എടുത്ത് അങ്ങയോടുകൂടി ജീവിക്കണം. നിർബന്ധമാണോ ചോദിച്ചു. അതെ, നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. പക്ഷെ ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? മഹാദേവൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ 3 ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. ഇന്നും അതിന് നല്ല പ്രാധാന്യമാണ്. ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, ഞാൻ തപസ് ചെയ്യുമ്പോൾ എന്റെ ഭാര്യ എന്നോടുകൂടി തപസ് ചെയ്യണം. ഇന്ന് ഈ ഒരു വിഷയം ഇല്ലാത്തത് കൊണ്ട് ഭർത്താവ് ഏതൊരു രംഗത്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ രംഗത്തിന്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കി അതുപോലെ പെരുമാറാനും നിൽക്കാനും ഭാര്യയ്ക്ക് പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. തൃശ്ശൂര്